ഉടനെ ആരംഭിക്കാൻ പോകുന്നത്. ഇതിലെ എല്ലാ കലാകാരന്മാരും നിങ്ങൾക്ക് സുപരിചിതരാണ്. ഞങ്ങളുടെ നാടകത്തിന്റെ പേര് ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ അഥവാ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഇതിന് ഇവിടെ അവസരമുണ്ടാക്കി തന്ന ഇതിന്റെ സംഘാടക സമിതിക്ക് ഞങ്ങളുടെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നതോടൊപ്പം ഈ സ്റ്റേജിലേക്ക് വരുന്ന എല്ലാ വൈദ്യുത പ്രകാശാലങ്കാരങ്ങളും ഓഫ് ചെയ്ത് ഞങ്ങളുടെ നാടകം ഒരു വിജയമാക്കി തീർക്കാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ നാടകത്തിന് തിരശ്ശീല ഉയരുന്നു. എന്റെ ദേവാ, ഈ അറവശാല ആശുപത്രിക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാക്കണേ. മാത്രവുമല്ല, പാവം രോഗികളുടെ പനിയും തലവേദനയും മാറ്റി വേഗമാക്കി ഞങ്ങളുടെ ബഡ്ജറ്റ് ഉയർത്തണേ ഭഗവാനെ. ഹായ് സിസ്റ്റർ. സിസ്റ്റർ അനസ്തേഷ്യ വട്ടത്തിലൊരു പൊട്ടും തത്വത്തിലൊരു സിറിഞ്ചും മുട്ടറ്റും സോക്സും ഇട്ട് സിസ്റ്ററെ കാണുമ്പോൾ സത്യം പറയാമല്ലോ, ഒരു വട്ടത്തി തന്നെ. ഡോക്ടർ, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇന്ന് ഏത് രോഗിയാണ് പടമാകുന്നത്? ഇന്ന് ശവപ്പെട്ടിക്കട അവധിയായതിനാൽ ഓപ്പറേഷനുകളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ആട്ടെ, കൈക്കൂലി തന്നാലോ? കൈക്കൂലി ഞാൻ ഈ കൈ കൊണ്ട് തൊടില്ല, വേണമെങ്കിൽ ഈ പോക്കറ്റിലിട്ടോണം. ഡോക്ടർ, എന്റെ ഹൃദയമാകുന്ന സിറിഞ്ചിനുള്ളിൽ ഡോക്ടർ എന്ന മരുന്നാണ്. അതിവിടുത്തെ രോഗികളറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഏതെങ്കിലും മാറ്റില്ല കുളത്തിലോ ചാടി ഈ യൂണിഫോം ഒന്ന് കഴുകിയേനെ. അനസ്തേഷ്യ, രാത്രിയിൽ സിസ്റ്ററെ ഓർത്ത് ഒരുപോലെ കണ്ണ് ഞാൻ അടച്ചിട്ടില്ല. ഡോക്ടറുടെ കണ്ണടയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഡോക്ടർ, കഥമണ്ഡപത്തിൽ വെച്ച് എന്റെ കഴുത്തിലൊരു സ്റ്റിച്ച് ഇടാൻ അമ്മയ്ക്ക് കഴിയുമോ? അതെനിക്ക് കഴിയും. കഴിയില്ല. ഈ ഹോസ്പിറ്റൽ ബില്ലടയ്ക്കാൻ എനിക്ക് കഴിയില്ല. ഡോക്ടറെ കാണാനുള്ള സമയമല്ലത്. എനിക്ക് എപ്പോഴും സിസ്റ്ററെ കണ്ടാ മതി. ഇയാളുടെ ഓപ്പറേഷൻ എന്നാണ് ഡോക്ടർ? 2 വർഷം കഴിയും. ഓ, സമാധാനമായി. എന്താ? അല്ല, അതുപോലെ ജീവിച്ചിരിക്കാമല്ലോ. ആ ഡോക്ടർ, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആകട്ടെ. അയ്യോ, സോപ്പ് എടുക്കാൻ മറന്നു. സിസ്റ്റർ ധൈര്യമായി പോയി കുളിച്ചോളൂ. സോപ്പുമായി ഞാൻ അങ്ങെടുത്താം. മകളെ കൈവളച്ചാർത്തി വരുവിനുഗമിവേദി മകളെ കൈവളച്ചാർത്തി
സിസ്റ്ററെ കാണാണ്ടിരുന്നാൽ എന്റെ ഉള്ളിൽ തീയല. ഉള്ളിത്തീയലോ? അല്ല, ഉള്ളിൽ തീയാണെന്ന്. പെങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. ആര് വരൻ? ആര് വരാൻ? വിളിക്കുന്നവരൊക്കെ വരും. ചേട്ടാ, എന്റെ കല്യാണം വീട്ടിൽ ഉറപ്പിച്ചു. ചെറുക്കൻ പോലീസിലാ. സിസ്റ്റർ ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത മാസം ജാമ്യം കിട്ടും. അപ്പോ കള്ളനാണല്ലേ? ഏയ്, തമിഴ്നാട്ടിൽ പോലും പുള്ളിക്ക് നല്ല പേരാ. എന്ത്? തിരുടൻ. സിസ്റ്റർക്ക് അറിയാമോ, എന്റെ മനസ്സൊരു സ്കാനിങ്ങിന് വേണ്ടി കൊതിക്കുകയാണ്. സിസ്റ്ററോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തിൽ സെറ്റിക്കായിട്ട് ദിവസങ്ങളായി. പ്രേമമെന്ന മുറിവ് പഴുത്ത് പൊട്ടിയൊരു വിളക്ക് പോലായി. ആ വിളക്കിൽ ഞാനൊരു തിരിയിട്ടോട്ടെ. എന്തിന്? കാർത്തിക വിളക്കിന് കത്തിച്ചു വെക്കാനാ. എന്ത് പറ്റി പറയൂ? അല്പം മുമ്പ് ആ മുറിയിൽ കറണ്ട് പോയ സമയത്ത് കത്തി നിന്നിരുന്നപ്പോൾ വളഞ്ഞു പോയിട്ടുണ്ട്. കമ്പൗണ്ടറോട് പറഞ്ഞോളൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ. അയ്യോ, കമ്പൗണ്ടറോട് പറയൂ ബൾബിടാൻ. സിസ്റ്ററോട് പറയൂ ബൾബിടാൻ. കമ്പൗണ്ടറോട് പറയൂ ബൾബിട്ട് തരാൻ. കമ്പൗണ്ടറോട് പറയൂ പല്ലിന്റെ സിപ്പിടാൻ. സിസ്റ്ററോട് സിസ്റ്റർ പിന്നെ അയ്യോ, പിന്നെ ഡിസ്പെൻസറിയിലേക്ക് പോന്നോളൂ. പിന്നെ ഓർമ്മകളെ കൈമലർത്തി വരൂ ബിംബമിവേദി. നേഴ്സിംഗ് റൂമിനടുത്ത് കമ്പൗണ്ടിൽ നിന്ന കാര്യം വെടിപ്പുരയ്ക്കടുത്ത് ഇവിടെ നിൽക്കാൻ പാടില്ല. സിസ്റ്ററും ഞാനും പരസ്പരം വാൽവുകൾ കൈമാറി കഴിഞ്ഞു ഡോക്ടർ. നോക്കൂ, അതിനിടയിൽ ഞാനെന്നും ഒരണുബാധയായിരിക്കും. എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നൊരു പൂച്ചക്കുഞ്ഞുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരാൻ നോക്കരുത്. പൂച്ചകളെ മാത്രം തിന്നു കഴിയുന്നൊരു പാണ്ടൻ നായാണ് എന്റെ ഉള്ളിൽ. നിർത്തൂ. എന്നെ ചൊല്ലി ആരും വാഴയ്ക്കപ്പം ഉണ്ടാക്കരുത്. വാഴയ്ക്കാപ്പോ എവിടെ? അല്ല, വഴക്കപ്പം ഉണ്ടാക്കരുതെന്ന്. സ്വയം ഏതായാലും പരസ്പരം പിരിയാനൊക്കില്ലെന്ന് മനസ്സിലായില്ലേ? ഈ അറബുസാല ആശുപത്രിയിൽ ഇനിയും ഒരു മേജർ ഓപ്പറേഷന് ഞാൻ തയ്യാറാണ്. നിങ്ങളോ? ഞങ്ങളും